മാർക്കിലേക്ക് ഒരുപാട് ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യമില്ല. മാർക്കും അതുപോലെ തന്നെ റാങ്കൊക്കെ ഇങ്ങനെ ഒരുപാട് വേരി ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എത്ര ടഫൊന്നും ആവില്ല എന്തായാലും നീറ്റ് എക്സാം. അപ്പോൾ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ പേഴ്സണലി എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാർക്ക് കുറവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സാർ നോക്കുമായിരുന്നു. തെറ്റുകൾ കൂടുതൽ ഉണ്ടാവേ ഉള്ളൂ, അല്ലാതെ ആ ടെൻഷൻ കൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. 2024 നീറ്റ് എക്സാമിൽ മികച്ച സ്കോർ കരസ്ഥമാക്കി MBBS ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ നേടിയ ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അവരുടെ ഫസ്റ്റ് ഇയർ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആദ്യം നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ വീട് എവിടെയാണെന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാമായിരുന്നു അല്ലേ? എൻ്റെ പേര് ആരതി, എൻ്റെ വീട് ആലപ്പുഴയാണ്. ഞാൻ റിപ്പീറ്റർ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. എൻ്റെ പേര് ആതിര, വീട് ട്രിവാൻഡ്രത്താണ്, റിപ്പീറ്റർ ഓഫ്ലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആൻഗ്ലിയ, അങ്കമാലിയാണ് വീട്, റിപ്പീറ്റർ ഓൺലൈൻ ആയിരുന്നു. എൻ്റെ പേര് അന്ന, എൻ്റെ വീട് തൃശ്ശൂർ, ഞാൻ റിപ്പീറ്റ് ഓഫ്ലൈൻ ആയിരുന്നു. എൻ്റെ പേര് റിഷ്ത, ഞാൻ മലപ്പുറത്ത് നിന്നാണ്, ഞാൻ ഓൺലൈൻ റിപ്പീറ്റർ. ഞാൻ മരിയ ബിജു എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ A ബ്ലോക്കിൽ P27 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പേര് സനു സെബാസ്റ്റ്യൻ, ഞാൻ ബ്രില്യൻറ്റിൽ റിപ്പീറ്റർ ഓഫ്ലൈൻ പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ പേര് അനന്തു, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു, ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ഓഫ്ലൈൻ പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ പേര് ജിത്തു, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു, ഞാൻ ബ്രില്യൻ്റെ ഓഫ്ലൈൻ പ്രോഗ്രാമിലായിരുന്നു. എൻ്റെ പേര് ജോഷുവ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു, ബ്രില്യൻറ്റിലെ ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചിലുണ്ടായിരുന്നു. എൻ്റെ പേര് ബെന്ന്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, ഞാൻ റിപ്പീറ്റർ ഓൺലൈൻ ബാച്ചിലായിരുന്നു. എൻ്റെ പേര് ടിമ്മി, ഞാൻ തൃശ്ശൂരിൽ നിന്ന്, ഞാൻ റിപ്പീറ്റ് ഓഫ്ലൈൻ ബാച്ചിൽ നിന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെ മോഡൽ എക്സാം ഒക്കെ എഴുതി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. പറഞ്ഞ പോലെ ഞാനിവിടെ P27 ബാച്ചായിരുന്നു, A ബ്ലോക്കിലായിരുന്നു. ഇവിടെ വന്നു ഇടുക്കി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇപ്പോൾ പ്രകൃതിയായാലും വെതറായാലും കമ്പാരിറ്റീവ് നല്ല പെർഫെക്റ്റ് ആണ്. അതും കൂടാണ്ട് ഇവിടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീനിയേഴ്സാണ്. എന്താവശ്യം വന്നാലും അവരൊക്കെ എന്തിനായാലും ഉണ്ട്. ബാക്കിയുള്ള കോളേജ് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്, പക്ഷേ കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സീനിയേഴ്സാണ്. ലെക്ചേഴ്സ് ആണെങ്കിൽ നല്ല ലെക്ചേഴ്സുമാണ്, ടീച്ചർമാർ അതേപോലെയാണ്. എന്ത് പറഞ്ഞാലും നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ പറഞ്ഞു തരും. എക്സാംസിനായാലും പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടീവായിട്ടാണ്. ഒരു വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ബ്രില്യനിൽ അതേപോലത്തെ സപ്പോർട്ടീവ് മൈൻഡ്സ് ആയിട്ടാണ് ഇവിടുത്തെ ടീച്ചർമാരെല്ലാവരും ഉള്ളത്. അപ്പോൾ അത് എനിക്കൊരു നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയവരാണല്ലേ? സോ ഇപ്പോൾ 2025 നീറ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ അവരുടെ മോഡൽ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് അവരുടെ മുൻഗാമികൾ എന്ന നിലയിൽ എന്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അവരുടെ മാർക്ക് ഒന്ന് കൂട്ടാനും അതുപോലെ തന്നെ റാങ്ക് കരസ്ഥമാക്കാനും ഒക്കെ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാ എക്സാംസും കറക്റ്റായിട്ട് എഴുതുക. അതിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിലും പഠിച്ചു തീർന്നാലില്ലെങ്കിലും എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. പിന്നെ മാർക്കിലേക്ക് ഒരുപാട് ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യമില്ല. മാർക്കും അതുപോലെ തന്നെ റാങ്കൊക്കെ ഇങ്ങനെ ഒരുപാട് വേരി ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്തുള്ള കറക്ഷൻസ് എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലെങ്കിൽ പ്രൊഫസേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയോ അതുപോലെ ക്വസ്റ്റ്യൻസ് മാക്സിമം അന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം NCERT ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഈ സമയത്ത് പോവുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു പോർഷൻസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ, ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസിനോട് ഈ സമയത്ത് എക്സ്പോസ്ഡ് ആവുക. പിന്നെ നമ്മുടെ മിസ്റ്റേക്ക് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ അതൊന്നും കൂടി റിവൈസ് ചെയ്ത് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ബ്രില്യൻറ്റിലെ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓഫ്ലൈൻ എക്സാം എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യായിരുന്നു. ബിക്കോസ് ഓൺലൈനിൽ എഴുതുന്നതിനെക്കാട്ടും ഡിഫറൻസ് നമ്മൾ എന്തായാലും ഓഫ്ലൈനിൽ എഴുതുമ്പോൾ കിട്ടും. അപ്പോൾ ആ എക്സ്പോഷർ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ്ലൈൻ എക്സാംസ് എന്തായാലും എഴുതണം. പിന്നെ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും എല്ലാ എക്സാം കഴിയുമ്പോഴും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വെക്കാറുണ്ട് ലൈവായിട്ട്. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആവും. പിന്നെ എക്സാംസ് മേ ബി ടഫായെന്ന് വരാം. ബ്രില്യൻറ്റിൽ മോഡൽ എക്സാം എഴുതിയിട്ട് ആരും ടെൻഷനൊന്നും ആവാൻ വേണ്ട. ബിക്കോസ് നമ്മളൊക്കെ എഴുതുന്ന ടൈമിലും നല്ല ടഫ് എക്സാമൊക്കെ വരാറുണ്ട്. എന്നാലും ടെൻഷനൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ പഠിക്കുക. എക്സാം അത് ആ ടഫ് എക്സാം എഴുതുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് നല്ലതേ വരുള്ളൂ. ബിക്കോസ് അത്ര ടഫ് വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ആ ടോപ്പിക്സ് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കും. സോ എന്തായാലും എത്ര ടഫൊന്നും ആവില്ല എന്തായാലും നീറ്റ് എക്സാം. അപ്പോൾ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ടെൻഷൻ ആവാതെ പഠിക്കുക. ഓക്കെ, നമുക്കിപ്പം അവിടെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് മിസ്സേ ടെൻഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ നമ്മുടെ അടുത്ത് വന്ന് വിഷമം പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ടീച്ചറിൻ്റെ രീതിയിലേ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇയർ MBBSൽ അഡ്മിഷൻ കിട്ടിയ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ മുന്നേ പോയ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയാണ് മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഇവർ ടെൻഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷൻ അടിക്കേണ്ട
പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവരും നമ്മുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു ടെൻഷൻ അടിക്കാന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവസാനം നീറ്റ് എക്സാമിൻ്റെ സമയത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷൻ അടിച്ചിട്ട് തെറ്റുകൾ കൂടുതൽ ഉണ്ടാവേ ഉള്ളൂ. അല്ലാതെ ആ ടെൻഷൻ കൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഉണ്ടായാൽ പോലും മാക്സിമം കൂളാവാൻ നോക്കുക. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയത്തുള്ള ടെൻഷനാണെങ്കിൽ എന്തെങ്കിലും ഹോബീസ് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് പാട്ട് കേൾക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. ഞാനപ്പോൾ പാട്ട് കേൾക്കുമായിരുന്നു. ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് സംസാരിക്കും, ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് സംസാരിക്കും, അയൽവക്കങ്ങളിൽ പോയി ജസ്റ്റ് ഒരു 5 minutes അത്രയൊക്കെ ആവശ്യമുള്ളൂ. ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് ടെൻഷനൊക്കെ പോവും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെന്താ, മാക്സിമം ടെൻഷൻ അടിക്കാതെ നോക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നീറ്റ് 2024 ഉയർന്ന ഒരു റാങ്കും അതുപോലെ തന്നെ സ്കോറും കരസ്ഥമാക്കി നമ്മോടൊപ്പം ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുള്ളത്. സോ എങ്ങനെയാണ് ബ്രില്യൻറ്റ് നിങ്ങളെ ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത്? ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പം അതിനുള്ള ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബ്രില്യൻ്റ് തന്നെയാണ്. എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ P27 പഠിച്ചത്. അതിൽ മെൻറ്ററിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് വിനയ് സാറ് നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഓരോ വീക്കിലി എക്സാം കഴിയുമ്പോഴും നമ്മൾ പേഴ്സണലി എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാർക്ക് കുറവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സാർ നോക്കുമായിരുന്നു. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടാണ് അവർ, നല്ല വ്യക്തമായിട്ടാണ് അവർ നമുക്ക് ക്ലാസ്സസ് എടുത്ത് തരാം. NCERT മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് തന്നെ അവർ ക്ലാസ് എടുക്കുന്നു. പിന്നെ അടുത്ത ഫാക്കൽറ്റീസിന് പറയുന്നത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഫാക്കൽറ്റീസ് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതും. എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു മടിയും കൂടാണ്ട് എല്ലാം നല്ല വ്യക്തമായി ക്ലിയർ ആക്കി നമുക്ക് പറഞ്ഞു തരും. ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യമൊക്കെ പറയാമെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ് റൂമിൽ പോകുമ്പോൾ തന്നെ കുറേ അധികം പ്രോസസ്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാർമാരുടെ അടുത്ത് ഏത് സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും ആ ഡൗട്ട് നന്നായി അവർ പറഞ്ഞു തരും, നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ ആ ഒരു ക്വസ്റ്റനോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ബ്രില്യൻ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ ആകെ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ബ്രില്യൻ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെയാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ ബ്രില്യൻ്റിൽ നിന്ന് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരുമായിരുന്നു. പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് തരുമായിരുന്നു. അത് മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ചെയ്ത് നോക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമായിരുന്നു. എൻ്റെ ഹോസ്റ്റൽ വാർഡൻസ് ആയാലും ബാച്ച് കോർഡിനേറ്റർ ആയാലും മെൻറ്റർ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഈ നീറ്റ് എക്സാം പ്രിപ്പറേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ബ്രില്യൻറ്റും അതുപോലെ തന്നെ എൻ്റെ പാരൻസും തന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ നീറ്റ് ഈ 2025 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് എന്ത് മെസ്സേജാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയതിൽ നിന്നും ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നീറ്റിൻ്റെ സിലബസ് മൊത്തം കവർ ചെയ്യണം. ഫിസിക്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം. കെമിസ്ട്രിയും ഓർഗാനിക് ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ NCERT ഒക്കെ നന്നായിട്ട് തറവായിരിക്കണം. ബയോളജി NCERT ലൈൻ ബൈ ലൈൻ വായിക്കണം. വി ഷുഡ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. എത്ര മാർക്ക് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. ഇനി മാർക്കോ റാങ്കോ ഒന്നിനെ പറ്റി ആലോചിക്കണ്ട, ബി പോസിറ്റീവ്. മോഡൽ എക്സാം എല്ലാം മാക്സിമം എഴുതാൻ ശ്രമിക്കുക. തെറ്റിപ്പോണ ക്വസ്റ്റ്യൻ പിന്നെയും നോക്കി കവർ ചെയ്ത് വെക്കുക. ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നന്നായി നോക്കുക, നന്നായി ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, പിന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും കുറേ ചെയ്ത് പഠിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്യുക. NCERT വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മെൻറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക. മെൻറ്റേഴ്സ് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. എല്ലാവരും ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ നോക്കുക. പിന്നെ മിസ്റ്റേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം മിസ്റ്റേക്ക് ബുക്കൊക്കെ വീണ്ടും ലാസ്റ്റിലേക്ക് വരുമ്പോൾ അത് വീണ്ടും എടുത്ത് വായിച്ച് നോക്കുക. എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക. ഹെൽത്ത് നന്നായിട്ട് നോക്കുക. കറക്റ്റ് സമയത്ത് ഉറങ്ങുക. പറ്റുമെങ്കിൽ 6 മണിക്കൂർ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഹെൽത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ എക്സാംസ് നമുക്ക് രാവിലെ ചെന്ന് അപ്പിയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പഠിച്ചെല്ലാം റീകളക്ട് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കുക. ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഞങ്ങളെല്ലാവരുടെയും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center.
India's #1 coaching center for NEET and JEE.